ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമുക്കറിയാം NIS 10ാം ക്ലാസ് +2 ഒക്ടോബറിലോട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റിന്റെയും പ്രൊജക്ടിന്റെയും സമയമാണ്. ഇപ്പൊ നമ്മൾ അത് എഴുതേണ്ട സമയമാണ്, നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട സമയം. നമുക്കറിയാം കഴിഞ്ഞ ബാച്ച് NIS ഏപ്രിൽ 2025 അസൈൻമെന്റിൽ ശരിക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവര് മിക്കവാറും പാസ്സാവും. 99% ആൾക്കാരും എന്താറുണ്ട് പാസ്സായിട്ടുണ്ട്. കഴിഞ്ഞ ബാച്ചിലും അങ്ങനെ ഒരുപാട് ആൾക്കാർ പാസ്സായി. എല്ലാവർക്കും പാസ്സായ ആൾക്കാർക്ക് കൺഗ്രാറ്റുലേഷൻ. സോ നമ്മുടെ അവിടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തു. സോ ഇനി ഒക്ടോബറിലോട്ടുള്ള സമയമാണ്. സോ അസൈൻമെന്റും പ്രൊജക്റ്റും നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുള്ള +2 അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒരു സാമ്പിൾ ആണ്. നമുക്കിതാ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ എന്നോണാണ് നമ്മൾ അസൈൻമെന്റ് ആണെങ്കിലും പ്രൊജക്റ്റ് ആണെങ്കിലും ചെയ്യേണ്ടത്. സോ നോക്കിക്കോ, നമുക്ക് ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ആൻസർ ഇതിൽ ഹിന്ദി ഉണ്ടാവും, ഇംഗ്ലീഷും ഉണ്ടാവും. സോ നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് 40 to 60 വേർഡ്സ്. ഇതിൽ ഏതെങ്കിലും താഴെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഏതെങ്കിലും ഒരെണ്ണം. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആൻസർ എനി വൺ, അതിലും എയും ബിയും. അതായത് ഓരോ ക്വസ്റ്റ്യനിലും എന്തുണ്ട്, ഒരു എ ഓപ്ഷനും ഉണ്ട്, ഒരു ബി ഓപ്ഷനും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, യെസ്. അതുപോലെ തന്നെ മൂന്നാമത്തതും ഒരു എയും ബിയും, അതിൽ 2 ഓപ്ഷൻസ്. നാലാമത്തിലും നോക്കിയേ എയും ബിയും, അതിന് ഇംഗ്ലീഷും ഹിന്ദി ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ള എയും ബിയും ഉണ്ട്. അഞ്ചാമത്തിലും ഒരു എയും ബിയും എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അസൈൻമെന്റിന്റെ പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ദെൻ ലാസ്റ്റ് ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലും എയും ബിയും ഉണ്ട്. അതാണ് നമ്മുടെ പ്രൊജക്ട് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ PDF ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് അസൈൻമെന്റും പ്രൊജക്റ്റും എഴുതേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. സോ നമുക്ക് എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഹെഡിങ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് വല്ലാതെ ഓവർ ആക്കാതെ കുറച്ച് വേണമെങ്കിൽ ഒന്ന് മനോഹരമാക്കാം. ഓക്കെ, യെസ്. പിന്നെ അതിന്റെ താഴെയായിട്ട് നെയിം, എൻറോൾ നമ്പർ നമ്മുടെ ഓഫീസിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. കോഴ്സ് 10ാം ക്ലാസ് ആണോ +2 ആണോ, +2 ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ, ഏതാണെന്നുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആണോ, ഏതാണെന്നുള്ളത് കൊടുക്കണം. സബ്ജക്ട് ഏതാ സബ്ജക്ട്, ഇംഗ്ലീഷ് ആണോ, മലയാളം ആണോ, അതോ അക്കൗണ്ടൻസി ആണോ, അതോ ബയോളജി ആണോ, ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, വാട്ട് ഇസ് ദ സബ്ജക്ട്. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ഒരു ആമുഖം എന്ത് ചെയ്യണം, അസൈൻമെന്റും കാര്യങ്ങളൊക്കെ വേണം. നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടെ എലമെന്റ് ആഡ് ചെയ്യാം. നിർബന്ധമായിട്ടുള്ള എലമെന്റ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേണം നിങ്ങൾക്ക് ഡേറ്റ് ആഡ് ചെയ്യാം, മനസ്സിലായോ, നിങ്ങളുടെ സിഗ്നേച്ചർ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് വേണം. നമ്മൾ സാധാരണ അസൈൻമെന്റ് എഴുതുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാറ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത് കൂടിയോണ്ട് പ്രശ്നമല്ല, പക്ഷെ മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും വേണം എന്ത് അസൈൻമെന്റ് എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ താഴെ. ഓക്കെ, നിങ്ങൾക്ക് അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയാണ്, ജസ്റ്റ് ഒരു അണ്ടർലൈൻ ചെയ്ത് വരച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മനോഹരമാക്കാം. ഓക്കെ, യെസ്. ദെൻ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഇനി എങ്ങനെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സൊല്യൂഷൻസ് നോക്കിക്കോ. ഞാൻ പറഞ്ഞു ഓരോ ക്വസ്റ്റ്യനിലും 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും എന്ത് ചെയ്താൽ മതി, ഒരെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. സോ നോക്കാം, 1ന് ഞാൻ എ മാത്രമാണ് എന്നുള്ളത് ഓരോ പോയിന്റ്സ് ആയിട്ട് അതിന്റെ സൊല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. താഴാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ സൊല്യൂഷൻ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ. ആ ക്വസ്റ്റ്യനും എഴുതിയിട്ടുണ്ട്, അതിന്റെ സൊല്യൂഷനും താഴെ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഓരോ ഇത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഡാർക്കൺ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഒന്നുകൂടെ മനോഹരമായിരിക്കും. ഓക്കെ, യെസ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ സൊല്യൂഷൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ സൊല്യൂഷൻ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. സോ അതിനെ കുറിച്ച് ആൻസറിനെ കുറിച്ചൊന്നും നമ്മളിവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെ കഴിഞ്ഞു. 5 ക്വസ്റ്റ്യൻസിനും നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് എഴുതും. ഓക്കെ, യെസ്. 5 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അസൈൻമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. അങ്ങനെ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എന്റെ ക്വസ്റ്റ്യൻ എഴുതുന്നു, ആൻസർ എഴുതുന്നു, ക്വസ്റ്റ്യൻ എഴുതുന്നു, ആൻസർ എഴുതുന്നു, അങ്ങനെ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രൊജക്റ്റ് ആണ്. നമ്മുടെ എല്ലാ ഇതിലും ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പ്രൊജക്റ്റ് ആണ്. ഓക്കെ, പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അത് വേറൊരു ഹെഡിങ് തന്നെ ചെയ്യാം. ഓക്കെ,
ഇപ്പൊ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊജക്ട് എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുക, അതിൽ നെയിം എഴുതുക, എൻറോൾ നമ്പർ, കോഴ്സ്, സബ്ജക്ട്. നേരത്തെ നമ്മൾ അസൈൻമെന്റിന്റെ താഴെ കൊടുത്ത ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, അതേപോലെ എന്ത് ചെയ്യാം, പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് അതിന് താഴെ എഴുതുക. ഓക്കെ, യെസ്. പിന്നെ നോക്കടാ, നിങ്ങൾ ഇത് വളരെ നീറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത ആളുകൾക്കുള്ള വിത്ത് ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഫീസ് നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ടാവും. സോ ഡോണ്ട് വെറി. പക്ഷെ നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്യൂ ഉള്ളത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് നമ്മുടെ സ്റ്റാഫുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ നിങ്ങൾ അങ്ങനെ പ്രൊജക്ട് എന്ന് പറയുന്ന ഹെഡിങ് എഴുതുന്നു, ദെൻ അതിന് എന്ത് ചെയ്യുന്നു, താഴെ കാണുന്ന അതുപോലെ പ്രൊജക്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, അത് എന്ത് ചെയ്യുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഞാൻ നോക്കണം, ഒരു നമ്പർ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറെ ഓഫീസിലെ നമ്പേഴ്സ് ഉണ്ട്, അത് ഒരു നമ്പറാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാവും, ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. നമ്മളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ അഡ്മിൻസ് ഉണ്ടാവില്ലേ, അവരുമായിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ള എവറിഥിങ് നിങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം അതുമായിട്ടുള്ളത്. ഇവിടെ വൃത്തിക്ക് നന്നായിട്ട് വൃത്തിക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ കണ്ടില്ലടാ 20 മാർക്സ്, ഈ 20 മാർക്സ് നമുക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഈ 20 മാർക്സ് ഉണ്ടോ, അവിടെ 20 മാർക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് 100-ലാണെന്നുണ്ടെങ്കിലും അതിൽ 20 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് അവിടെ സ്കോർ ചെയ്യുന്നത്. ഈ 20 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാസ് ആവാൻ ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട്. നമ്മൾ പാസ്സാക്കി തരും, 100% നിങ്ങൾ പാസ്സാവും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾ വൃത്തിക്കായിട്ട് എന്ത് ചെയ്യണം, എഴുതി കൃത്യസമയത്ത് തന്നെ സബ്ജക്ട് ചെയ്യണം, നമ്മളായിട്ട് ഓഫീസിൽ കൊടുക്കണം, അത് സബ്മിറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അത് വിട്ടുപോകരുത്. വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ കാരണം അതൊരു വെരി ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഈ അസൈൻമെന്റ് പ്രൊജക്ട് എന്ന് പറയുന്നത്. സോ കൃത്യസമയത്ത് എന്ത് ചെയ്യാം, നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, എക്സാം ഫീസ് ഒക്കെ അടക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എക്സാം ഫീസും കാര്യങ്ങളൊക്കെ അടക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഒരുപാട് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടില്ല, ഓഫീസിലെ നമ്പേഴ്സ്, അതുമായിട്ട് എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അതാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ വന്നത്. ഓക്കെ, ഓക്കെ. എനിവേ, അപ്പൊ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നല്ല വൃത്തിക്കൊക്കെ എഴുതണേ.